Good evening, ma'am. Good evening. Good evening, Sophia. Good evening, Miss. Good evening. Good evening. Good evening, ma'am. Good evening. Good evening, Miss. Good evening. ഞാൻ ആ ലിങ്ക് അയക്കാൻ വിട്ടുപോയി. ഞാൻ നാളെ തന്നെ രാവിലെ അയച്ചേക്കാട്ടോ. മറന്നു. Good evening, ma'am. Good evening. ഓക്കെ, ഇന്ന് പ്രേയറിന് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം ആയിക്കോളൂ കേട്ടോ. Anyone please come forward. നമ്മുടെ ഇതില് പ്രെയർ ഇതുവരെയും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിങ്ങളോടുള്ള വിശ്വാസത്തിന്റെ പുറത്തൊന്നും നോട്ട് ചെയ്യാറില്ല ഇപ്പൊ. ഇതുവരെയും പ്രെയർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല, മാം. കൃഷ്ണ, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, മാം. ഇപ്പൊ ഇല്ല. ചെയ്തു വെച്ചോളൂ കേട്ടോ. സാൻഡ്ര എന്തെങ്കിലും പറയാനാണോ? ചെയ്തിട്ടില്ല, മാം. മിസ്, ഞാൻ ചെയ്തിട്ടില്ല. ഞാന് നാളെ ചെയ്യാം. ഓക്കെ, ഫൈൻ. ബിൻസി ഒരു ഹാൻഡ് റൈസ് കണ്ടു. ബിൻസി ബിൻസി ചെയ്തു പറഞ്ഞ പോലെ ഓർമ്മ. ഞാൻ ചെയ്തിട്ടില്ല, മാം. നാളെ ചെയ്യാം ഞാൻ എന്തായാലും. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്ന് ആരാ റെഡി ആയിട്ടുള്ളത്? നമ്മൾ ചെയ്ത ആരെങ്കിലും ആയാലും മതി. ഞാൻ ചൊല്ലാം, മാം. ഞാൻ ആൻഡ്രിയ, പ്ലീസ്. ചൊല്ലട്ടെ? യെസ്.
Oh God, help us to be good, me and all my friends, teacher and everyone in the class. I give to you. Please keep us safe and happy. Thank you, God. നിങ്ങളുടെ പുതിയ ബാച്ച് കുട്ടികൾ ഇപ്പൊ ഫസ്റ്റ് വീക്കാണ് അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവര് ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ്. നല്ലൊരു കാര്യമാണ്. ആഴ്ചയിൽ ഒരു ദിവസം പ്രേയറിന് ശേഷം അല്പസമയം മെഡിറ്റേഷൻ, വേറൊരു ദിവസം യോഗ, വേറൊരു ദിവസം എന്തെങ്കിലും വാമപ്പ് എക്സസൈസസ്. അങ്ങനെ അങ്ങനെ നമുക്ക് 5 ദിവസവും ഓരോന്നോരോന്നും മാറ്റി ചെയ്യാം എന്നുള്ള രീതിയിൽ അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് റെഡിയാന്ന് പറഞ്ഞു. 3 minutes ഒക്കെ മതി. നമുക്ക് 1 hour ക്ലാസ്, അധികം ടൈം അതിന് വേണ്ടി ചെയ്യാനില്ല. പക്ഷെ വീട്ടിൽ ചെയ്യുമ്പോൾ അധികം സമയം എടുക്കുള്ളൂ. അത് ലീഡ് ചെയ്യാൻ ഓരോരുത്തർ ഇപ്പൊ പ്രെയർ ചെയ്യില്ലേ, അങ്ങനെ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തോട്ട് ഓഫ് ദ ഡേ പറയാം. അതൊക്കെ അപ് ടു യു. ഞാൻ എന്റെ സജഷൻ മാത്രമേ ഉള്ളൂ. ടൈം പോകുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും മനസ്സിൽ വരികയാണെങ്കിൽ വേണമെന്നില്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ രീതിയിൽ പോവാം. അപ്പൊ ഫസ്റ്റ് ഒരു 5 to 10 minutes ഒന്നും വരില്ല. പ്രെയർ ഒരു 1 minute 2 minute കൊണ്ട് കഴിയും. പിന്നെ ഒരു 3 minutes യോഗ, വാമപ്പ് എക്സസൈസ്, മെഡിറ്റേഷൻ, അങ്ങനെ എന്തെങ്കിലും ഓരോ ദിവസം ഓരോന്നും ആ രീതിയിൽ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളൊന്ന് റിഫ്രഷ് ആവും. നമുക്കൊരു എനർജി വരും. കാരണം എല്ലാവരും ഓടിപ്പിടിച്ചായിരിക്കും 8 മണിക്ക് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി കഴിഞ്ഞ് കൂടി വരുന്നവരുണ്ടാവും. ആലോചിക്കൂ. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, തമ്മിൽ ആലോചിച്ചിട്ട് ചെയ്തു. ഓരോരുത്തർ ഇതുപോലെ പ്രയർ ചെയ്യാം മാം. ഇപ്പൊ നാളെ ആരാന്നും കൂടി പറയുവാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം. കാരണം നമ്മിപ്പോ ഇന്ന് വന്നിട്ട് ആരാ പ്രേയർ എന്ന് ചോദിക്കുമ്പോ തന്നെ എല്ലാവർക്കും മടിയാണ് പ്രേയറിന് തന്നെ ഇതാക്കാനൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ നാളെ ആരാന്നുള്ള ഇതാക്കിയിട്ടൊക്കെ നമുക്ക് പറയുന്നത് കുഴപ്പമില്ല. പ്രേയർ കമ്പൽസറി ആട്ടോ. കാരണം അത് റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടതാ. ചെയ്യാത്തൊരു കുറെ പേരുണ്ട്. ഞങ്ങക്ക് 2 എണ്ണമായിരുന്നു. ഞാൻ പക്ഷെ 2 ഒന്നും പറയുന്നില്ല, ഒരെണ്ണം റെഡിയാക്കുക. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സൈക്കോളജി ലിങ്ക് ഞാൻ മറന്നു പോയിട്ടാണ് രാവിലെ ഓരോ ഓട്ടത്തിനിടയ്ക്ക് വിട്ടുപോയി. കാരണം ഉച്ചയ്ക്ക് മുമ്പ് കൊടുത്താലാണ് അത് ക്ലാസ് റൂമിൽ അവർക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാനത് വിട്ടുപോയി ഉച്ചയ്ക്ക് മുമ്പ് ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മള് എഡ്യൂക്കേഷണൽ സൈക്കോളജിയില് 4 പേരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ കാര്യം, ജീൻ പിയാഗറ്റ്, എറിക്സൺ, ടോസ്കി, അവരുടെ ഇത്രയും പേരുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഞാൻ ആ ലിങ്ക് നാളെ മോർണിംഗ് തന്നെ ഷെയർ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ അത് വായിച്ചു നോക്കി ഈ വീക്കെൻഡ്സോട് കൂടി വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. പിന്നെ ടീച്ചേഴ്സ് സൈക്കോളജി, അപ്പോൾ ടീച്ചേഴ്സിന്റെ കോഴ്സിന്റെ ഭാഗം അവർ അറിഞ്ഞിരിക്കണം. കാരണം കുട്ടികളുടെ ഡെവലപ്മെന്റും ബിഹേവിയറും റിലേറ്റഡ് വിത്ത് അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുന്നത്. സയന്റിഫിക് സ്റ്റഡിയും ചിൽഡ്രൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചിൽഡ്രൻസ് ബിഹേവിയർ ആൻഡ് ഡെവലപ്മെന്റ്. എഡ്യൂക്കേഷൻ എന്നിട്ട് വായിക്കാനുണ്ട്. എഡ്യൂക്കേഷൻ ഒരു കാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഒന്ന് താഴ്ത്താം. നിങ്ങളൊന്ന് മെഡിറ്റേഷൻ പോലെ ഒന്ന് വായിച്ചു. ഇവിടെ ഒരു ബിഹേവിയർ ചേഞ്ചസ് എന്ന് കാണാം. ഇവിടം വരെ ഒന്ന് വായിക്കുക. അത് കഴിയുമ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്യാം. At the same time, when the individuals come together, the nature of their behavior changes. കാണാൻ പറ്റുന്നുണ്ടോ? പ്രസന്റേഷനിൽ എന്തോ ഒരു പ്രോബ്ലം കാണുന്നുണ്ടോ? എനിക്ക് ആ സ്ക്രീൻ എനിക്ക് ബ്ലാങ്ക് ഇപ്പൊ ബ്ലാങ്ക് ആയി. അതല്ലേ, മുമ്പിലത്തെ ക്ലാസ്സിൽ ഇത് തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു.
ഓക്കെ, ബിഹേവിയർ ചേഞ്ചസ് വരെ ഒന്ന് വായിച്ചു. ഓൾറെഡി പറഞ്ഞ കാര്യമെന്നാണ് എനിക്കൊരു ഓർമ്മ. ഇന്നലെ പറഞ്ഞു പോയി ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു. പറഞ്ഞതാണോ? ഓക്കെ ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. എന്നുവെച്ചാൽ ആ ഒരു പാരഗ്രാഫിൽ, അതായത് ടീച്ചേഴ്സ് ആൻഡ് സൈക്കോളജി, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടിയും യുണീക്ക് ആണ്. ഓരോരുത്തരെയും ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ടീച്ചർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആകുമ്പോഴേക്കും അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. പലപ്പോഴും ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലതാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. സെക്കൻഡ്, ആസ് എ ടീച്ചർ ഡീൽസ് വിത്ത്, അതൊന്ന് നോക്കിക്കോളും. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും അറിവിന്റെ ആ ഒരു ഡെപ്ത് ഡിഫറെന്റ് ആയിട്ട്, നമ്മൾ ഓരോ പ്രീവിയസ് പാരഗ്രാഫിൽ പറഞ്ഞു ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. ഓരോ കുട്ടിയും അക്യൂർ ചെയ്തിരിക്കുന്ന നോളജ് ലെവൽ, അതിന്റെ ആ ഒരു ലെവൽ, ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കണം. അത് ടീച്ചർ മനസ്സിലാക്കണം. ആ കുട്ടീനെ അത് എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെ ഇംപ്രൂവ് ചെയ്യണം, ആ ഏത് മെത്തേഡ് ആ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യണം, അതെല്ലാം ടീച്ചർ മനസ്സിലാക്കണം. 30 കുട്ടികളെ ഒരേ രീതിയിൽ നമുക്ക് ചിലപ്പോൾ പഠിപ്പിക്കാൻ പറ്റില്ല. ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും, ചിലർക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ ഏത് രീതിയിൽ എന്നുള്ളത് ടീച്ചർ മനസ്സിലാക്കണം എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. ടീച്ചർ മസ്റ്റ് നോ വാട്ട് ടൈപ്പ് ഓഫ് നോളജ് ഐറ്റം ക്യാൻ ബി അബ്സോർബ് മെന്റലി വെൻ ഷിപ്പ്. അതായത് ഓരോ കുട്ടിയും എങ്ങനെയാണ് അറിവ് നോളജ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, അവരെങ്ങനെ അബ്സോർബ് ചെയ്തിരിക്കുന്നു അവരുടെ മൈൻഡിലേക്ക്, അത് ടീച്ചർ മനസ്സിലാക്കണം. ചിലപ്പോൾ അവര് റോങ് ആയിട്ടായിരിക്കും ഒരു കാര്യം മനസ്സിലാക്കി, അവരുടെ പെർസെപ്ഷൻ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവും, അത് കറക്റ്റ് ചെയ്യണം. അത് എങ്ങനെ ഏത് രീതി. ശരിക്കും മോണ്ടിസോറി മെത്തേഡിൽ ഒരു നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു കറക്റ്റ് ചെയ്യുന്ന മെത്തേഡിൽ ഇപ്പൊ കുട്ടി ആഡ് ചെയ്യുന്നത് തെറ്റായിട്ട് ചെയ്യുവാണെങ്കിൽ കുട്ടിയുടെ സൈഡിലിരുന്ന് അവര് അതിന്റെ എക്യുപ്മെന്റ് ഉണ്ടല്ലോ, ടൂൾ ഉണ്ടല്ലോ, ഇത് അഡീഷൻ പഠിക്കാനുള്ളത്, അതിങ്ങനെ കാണിക്കുമ്പോൾ കുട്ടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ട് തന്നെത്താനെ ചെയ്യാൻ നോക്കും. കുട്ടി തന്നെ മനസ്സിലാക്കുമോ ഞാൻ നേരത്തെ ചെയ്തത് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, അല്ലാതെ നമ്മൾ ഇനി ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞല്ല അവിടെ പഠിപ്പിക്കുന്നത്. അതായത് ഹൗ ടു ടീച്ച് ഇമ്പോർട്ടന്റ് അവിടെയാണ് വരുന്നത്. നമ്മള് കുട്ടിയെ കൊണ്ട് തന്നെ അവന്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കിക്കുമ്പോൾ പെട്ടെന്ന് അവന് കാര്യം മനസ്സിലാവും. അതായത് നമ്മൾ നീ ചെയ്ത തെറ്റാന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരുമാതിരി ഗിൽറ്റി ഫീലിംഗ്, ഒരു ബ്ലെയിമിങ് ചെയ്ത പോലെ, അങ്ങനെയൊക്കെ ആ ഒരു ഫീല് വരരുതെന്നുള്ള രീതിയിലാണ് ഈ മെത്തേഡ് പോകേണ്ടത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എല്ലാ കുട്ടികളും ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അവരുടെ ബിഹേവിയറിൽ ചേഞ്ചസ് വരുന്നു. സെക്കൻഡ് വൺ, അവര് അബ്സോർബ് ചെയ്തിരിക്കുന്ന നോളജ് ലെവൽ എങ്ങനെയാണെന്ന് ടീച്ചർ മനസ്സിലാക്കണം. അത് എവിടെ ഇംപ്രൂവ് ചെയ്യണം അതും മനസ്സിലാക്കി അത് എങ്ങനെ അത് അവരെ മനസ്സിലാക്കിക്കണം. ഹൗ ടു ടീച്ച് ദം, അത് എങ്ങനെ ഏത് രീതിയിൽ അവരെ മനസ്സിലാക്കിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ്
അടുത്ത പാരഗ്രാഫ് എന്ന് വെച്ചു. എനിക്കത് സെന്റൻസ് ബൈ സെന്റൻസ് വായിക്കുമ്പോൾ ചിലപ്പം അതിന് അത് കറക്റ്റ് ആ ഒരു മീനിങ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഈ കണ്ടന്റ് ഇതേ ഉള്ളൂ, കണ്ടന്റ് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് നമ്മള് എനിക്ക് പുതിയ ബാച്ചിലെ കുട്ടികൾ ഒരു ബൈഹാർട്ട് ചെയ്യണമെന്ന് അങ്ങനത്തെ ഒരു പ്രോസസ്സേ അല്ല. നമ്മള് സബ്ജക്ട് സ്റ്റഡിങ് അല്ല, ഇവിടെ തിമാറ്റിക് ലേണിംഗ് ആണ്. നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത് റിലേറ്റ് ചെയ്യുന്നു. അപ്പൊ നോട്ട്സ് ഒക്കെ എഴുതുമ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും കുട്ടിയിൽ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ അത് നമ്മുടെ കേസ് സ്റ്റഡി പോലെ, നമ്മുടെ വീട്ടിലുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ അത് നമുക്ക് ഈ ഓരോന്നും പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. നെക്സ്റ്റ് ആസ് ദ ചിൽഡ്രൻ, പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ വരുമ്പോൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പ്രീ പ്രൈമറി സെഷനിലേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലെ ഏറ്റവും യങ്ങസ്റ്റ് ജനറേഷൻ ആണല്ലേ. വളരെ നമ്മുടെ തലമുറയിലെ താഴെ ഫൗണ്ടേഷൻ ആ ഒരു ബേസിൽ വരുന്ന ജനറേഷനാണ് ഈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് വരുന്നത്. അപ്പൊ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള, സട്ടിലായിട്ടുള്ള, അല്ലെങ്കിൽ സൂക്ഷ്മമായ സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് വരുന്നത്. ടീച്ചർക്ക് അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം അവരെ ഡീൽ ചെയ്യുമ്പോൾ. നമുക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കും അങ്ങനെ അനുഭവങ്ങൾ. വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മളെ ടീച്ചർ പഠിപ്പിച്ച മേ ബി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അഡീഷൻ അതൊക്കെ പഠിപ്പിച്ച മെത്തേഡ് ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ ടീച്ചർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോറി പറഞ്ഞു നിർത്തി, അതൊക്കെ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തും. അതേസമയം ആ ടീച്ചർ നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു നമുക്ക് ഭയങ്കരമായിട്ടത് നമ്മളെ ഹേർട്ട് ചെയ്തു, അതും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ ആ ഏജിലുള്ള കുട്ടികൾ ഡോൺ കെയർ എന്നുള്ളത് അത് അവരിലേക്ക് വന്നിട്ടില്ല. ആ ഒരു ഇമോഷണൽ ഡെവലപ്മെന്റ് അവരിലേക്ക് ആയിട്ടില്ല. അത്രയും യങ്ങസ്റ്റ് ജനറേഷനാണ് ഈ പ്രീ പ്രൈമറിയിലേക്ക് വരുന്നത്. കുറെ കൂടെ വലുതാകുമ്പോൾ കുറെ ഒന്നും അവർ ഇങ്ങനെ കേൾക്കും, അങ്ങനെ വിടും. അങ്ങനത്തെ ഒരു ഏജിലേക്ക് മാറിയിട്ടില്ല ഇവര്. കേൾക്കുന്നത് എന്തും അവർ അബ്സോർബ് ചെയ്യുന്നു. അവരെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്നതാകാം, അവർ സന്തോഷിക്കുന്നതാകാം, ഡിപ്പെൻസ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ആ ഒരു ജനറേഷനെ ഡീൽ ചെയ്യാനായിട്ട്. വളരെ സൂക്ഷ്മം, വളരെ സെൻസിറ്റീവ്, ഭയങ്കര ഇന്നസെന്റ് ആയിരിക്കും. അവരിലേക്ക് വരുന്ന എല്ലാം അവർ അബ്സോർബ് ചെയ്യുക. മുന്നിലിരിക്കുന്ന ടീച്ചർ പറയണത് മുഴുവനും അവരങ്ങ് ഉൾക്കൊള്ളുക. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള അതായത് നല്ല ഏജ് ഡിഫറൻസ് അല്ലേ ടീച്ചറും കുട്ടിയുമായിട്ട്. ടീച്ചർ ആ കുട്ടിയുടെ ആ ഒരു തലത്തിൽ പോയി നിന്ന് ചിന്തിക്കേണ്ടതായിട്ട് വരും. കുട്ടിയുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യണം. കുട്ടിയുടെ ഫീലിംഗ് അത് ഒരു എംപതറ്റിക്, അതായത് അവനിലുണ്ടാകുന്ന ഒരു സങ്കടം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് അവനെ സംബന്ധിച്ച് വലിയ കാര്യം. അതിനെ നിസ്സാരമായിട്ട് കാണരുത്. അങ്ങനെ വരുമ്പോൾ ടീച്ചർ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സൈക്കോളജി ഓഫ് ദ ചിൽഡ്രൻ. അതുകൊണ്ടാണ് ഈ പ്രീ പ്രൈമറിയിലും ഏത് എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ്. ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് സൈക്കോളജി ഇത്ര ഇമ്പോർട്ടന്റ്. ഈവൻ നമ്മൾ അമ്മമാരായി കഴിയുമ്പോൾ, സ്വന്തമായിട്ട് കുഞ്ഞുണ്ടാവുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം പലപ്പോഴും കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പുള്ള ആ ഒരു ഇതായിരിക്കില്ല നമ്മളുടെ മനസ്സിൽ പിന്നെയുള്ളത്. കുഞ്ഞിനെ എവിടെയെങ്കിലും തട്ടു, അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിന് വേദനിക്കാത്ത രീതിയിൽ ഏതെങ്കിലും ക്ലോത്ത് അതിന് പറ്റാത്തതുണ്ടോ, ഇറിറ്റേറ്റഡ് ആണോ, യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, യൂസ് ചെയ്യുന്ന പൗഡർ അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രീമോ എന്തെങ്കിലും അങ്ങനെ റാഷസ് വരൂ കുട്ടിക്ക്, അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ കെയർ ചെയ്യില്ലേ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പഠിപ്പിക്കാനായിട്ട് പ്രീ പ്രൈമറി സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന കുട്ടികൾ. അപ്പോൾ അവിടെ ഒരു ഗുഡ് നോളജ് ആയിരിക്കണം അബൌട്ട് ദ ചൈൽഡ് സൈക്കോളജി. ചൈൽഡ് സൈക്കോളജിയെ കുറിച്ച് ടീച്ചർക്ക് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഏറ്റവും യങ്ങസ്റ്റ് ജനറേഷനിലെ കുട്ടികളെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? Yes, ma'am.
child and his behavior. ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചോളൂ. സെക്കൻഡ് പാരഗ്രാഫ് ഈ ചിൽഡ്രൻസ് ഉള്ളവരെ കൂടെ വായിച്ചു. സ്ക്രോൾ ചെയ്യാൻ എളുപ്പം. അപ്പൊ ആ സ്കൂൾ ടൈമില് ടീച്ചറും കുട്ടിയും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ടൈമാണ്. കുട്ടിയുടെ ജനറൽ ബിഹേവിയർ അതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം. ഗ്രൂപ്പില് കുട്ടി ഇപ്പം ഒറ്റയ്ക്കായിരിക്കുമ്പോഴുള്ള രീതിയിലായിരിക്കില്ല ഗ്രൂപ്പില്, പിന്നെ ഈ സെയിം സ്വഭാവമായിരിക്കില്ല വീട്ടിൽ. പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ ഒരു ഡേറ്റാബേസ് തന്നെയായാലും ഇപ്പൊ സ്കൂളുകളിലൊക്കെ അങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം അവർ ഏത് ഏരിയയിൽ നിന്ന് വരും, ഓൺ ഹൗസ് ആണോ റെന്റഡ് ഹൗസ് ആണോ അങ്ങനെയുള്ള രീതിയിലാണ് അങ്ങനെ കംപ്ലീറ്റ് ഡേറ്റാബേസ് കുട്ടിയെ കുറിച്ച് അത് അഡ്മിഷൻ വരുമ്പോൾ തന്നെ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. പലപ്പോഴും ഫാമിലിയിലും അതിന്റെ സറൗണ്ടിങ്സിലും കുട്ടികൾ പല ഡിഫറെന്റ് പ്രോബ്ലംസും ഫേസ് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ കുട്ടിയുടെ ടീച്ചർക്കായിരിക്കും. പലപ്പോഴും അങ്ങനെ കുട്ടിയുടെ പ്രോബ്ലം മനസ്സിലാക്കി ഒരു ഇന്റർവെൻഷൻ നടത്തുന്നത് ആ ഒരു ടീച്ചർ തന്നെയായിരിക്കും. കുട്ടിയുടെ ഇമോഷൻ, പിന്നെ അതുപോലെ കുട്ടിക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ, ഇന്റലിജൻസ് ഇതെല്ലാം ആ ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന വേരിയിങ് ഡിഗ്രീസ് പലരിലും പല ലെവൽസിലായിരിക്കും. അത് കുട്ടികളിൽ ഉണ്ടാകുന്ന വേരിയിങ് ഡിഗ്രീസ് എല്ലാം മനസ്സിലാക്കുന്നത് ഈ ഒരു ടീച്ചർക്കായിരിക്കും. Teachers' efforts to gather children are likely to encounter ശരിക്കും നല്ല എഫേർട്ട് എടുക്കണം ടീച്ചർ. പക്ഷെ അത് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യണം. കാരണം നമുക്ക് ആ ഒരു നോളജ് ചൈൽഡ് സൈക്കോളജി അതിനെപ്പറ്റി നമുക്ക് നല്ലൊരു ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന ഇമോഷണൽ ഡിഫറൻസസും അവരുടെ ഓരോ കുട്ടികളും തമ്മിലുള്ള ഡിഫറൻസും ഒരു ഗ്രൂപ്പിൽ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർ ഒരു ദിവസം വീട്ടിൽ നിന്ന് വരുമ്പോൾ തലേ ദിവസം പോയൊരു മൂഡ് അല്ലെങ്കിൽ അത് കുട്ടിക്ക് ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ അത് കുട്ടിയെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ വീട്ടിൽ ആരുടെങ്കിലും ലോസ് ഉണ്ടായി അതിനുശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിൽ വരുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് അതെല്ലാം ടീച്ചർക്ക് നല്ലപോലെ മനസ്സിലാവും. ടീച്ചർ നല്ലൊരു ഇന്റർവെൻഷൻ നടത്താണ്ട് തന്നെ. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ്. ഈഗോ സെൻട്രിസം എന്നൊരു വാക്ക് കാണാം. ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം, അതായത് സെൽഫ് അല്ലെ, സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫ് കൺസേൺ. അപ്പൊ അതൊരു സെൽഫിഷ് ആയിട്ടുള്ള മെന്റാലിറ്റി. സ്വയം നമ്മൾ ഈ കൺസേൺ മറ്റുള്ളവരോടും നമുക്കൊരു കൺസേൺ വേണമെന്ന് പറയുമല്ലേ. ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളിൽ അത് നിലനിൽക്കും. അവർക്ക് അവരോടായിരിക്കും താല്പര്യം, അവരുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നു. സെൽഫിഷ് മെന്റാലിറ്റി ചില കുട്ടികളിൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ മെയിൻ അഡ്വാൻറ്റേജ് അതാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയെ എല്ലാ കുട്ടികൾക്കും ആഴ്ചയിൽ ലീഡർ ആക്കുമല്ലോ. ചില സ്കൂളുകൾ ക്ലാസ്സിൽ ഇങ്ങനെ ഒരാഴ്ച ഒരാളാണെങ്കിൽ അടുത്ത എല്ലാവർക്കും ചാൻസ് കൊടുക്കും. അതായത് പഠിക്കുന്ന കുട്ടികൾ മാത്രം ലീഡർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല, എല്ലാ കുട്ടികൾക്കും ചാൻസ് കൊടുക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അവര് മറ്റുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾ ചെയ്യുവാണ്. അങ്ങനെ വരുമ്പോ ഇത് അവരിൽ കുറച്ച് കുറയ്ക്കാനായിട്ട് പറ്റും. അവര് ബാക്കി അവരുടെ പീർ ഗ്രൂപ്പിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു പല കാര്യങ്ങളിലും. അങ്ങനെ ചെയ്യുമ്പോൾ ഇൻ എഫക്റ്റ് എന്താ റിസൾട്ട് വരിക? ത്രൂ ഔട്ട് അവരുടെ ലൈഫ് സഫറിങ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഇത് അവരുടെ ഉള്ളിൽ വരും. അങ്ങനെ അവനൊരു അഡൾട്ടായി കഴിയുമ്പോൾ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടി അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ അവന്റെ ഭാഗത്ത് പ്രൊഡക്റ്റീവായിട്ട് അതിന്റെ കോൺട്രിബ്യൂഷൻ അവന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. There may be children with psychological abnormalities and physical disabilities. ടീച്ചർ അത് ഐഡന്റിഫൈ ചെയ്യണം ഫ്രം ദ വെരി ബിഗിനിങ്. ആ വെരി ബിഗിനിങ്ങിൽ തന്നെ ഐഡന്റിഫൈ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ പറഞ്ഞില്ലേ, സ്വന്തം കുട്ടിയുടെ കാര്യം തന്നെ ഈ ലെറ്റർ എന്തോ ലിംഗ്വിസ്റ്റിക് എന്തോ കാര്യം അതിങ്ങനെ പറഞ്ഞത് ബിയും ഡിയും മാറിപ്പോവും. അങ്ങനെ ടീച്ചർ പറഞ്ഞു
ഒന്ന് വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇതും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും തെറാപ്പി സെഷനിലേക്ക് പോകാം. പക്ഷെ പിന്നെ ആ കുട്ടിക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയപ്പോൾ അത് മാറി പറഞ്ഞില്ല. അവിടെ ടീച്ചറുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആയിരുന്നു അവിടെ നടന്നത്. കുട്ടിയുടെ ഡിഫറെന്റ് ആസ്പെക്ട്സിലുള്ള ഡെവലപ്മെന്റ് അത് മനസ്സിലാക്കണം ടീച്ചർ. During the period of vital growth, children pass through different stages of cognitive, emotional, moral, social and linguistic development. അപ്പൊ ഈ ഒരു ഡിഫറെന്റ് സ്റ്റേജസിൽ കുട്ടിയുടെ ലാംഗ്വേജ് കറക്റ്റ് ആവുന്നു. നമ്മൾ ഓരോന്നും നമ്മൾ പറഞ്ഞതാണ്. കോഗ്നേറ്റീവ്, സോഷ്യോ ഇമോഷണൽ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അതെല്ലാം അങ്ങനെ ലിംഗ്വിസ്റ്റിക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എല്ലാം നടക്കുന്നതാണ്. അപ്പൊ അതൊക്കെ ടീച്ചർ കറക്റ്റ് ഒരു ഇന്റർവെൻഷൻ നടത്തിയത് കൊണ്ടാണ് അത് കറക്റ്റ് ആയത്. പിന്നെ പിയാഗറ്റിന്റെ സ്റ്റേജസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഫ്രൂയിഡിന്റെ സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ്, എറിക്സന്റെ സ്റ്റേജ്. അതുകൊണ്ടാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം എന്ന് പറഞ്ഞത്. വിക്ടോസ്കിയുടെ മാത്രം അവിടെ പറഞ്ഞിട്ടില്ല, അതുകൂടെ നമ്മൾ ആഡ് ചെയ്യണം. നാളെ മോർണിംഗ് തന്നെ ലിങ്ക് അയച്ചു. ഇതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതിന്റെ ഒരു പിക്ചർ കിട്ടും. അതിൽ നിന്ന് കറക്റ്റ് ആ പോയിന്റ്സ് മാത്രം എടുക്കുവാണെങ്കിൽ ഓരോരുത്തരും പല കാര്യങ്ങളും അവര് എന്താ പറയാ പ്രോംപ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ തമ്മിൽ പരസ്പരം കോൺട്രഡിക്ഷൻ വന്നിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും കോമൺ ആയിട്ട് ഇവരാണ് ചൈൽഡ് ഡെവലപ്മെന്റിൽ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇത് ടീച്ചേഴ്സിന് വളരെ യൂസ്ഫുള്ളുമാണ്. ഇപ്പം സൈക്കോളജിയിൽ പ്രോപ്പർ ആയിട്ടൊരു ഫൗണ്ടേഷൻ, ഒരു നോളജ് ഇല്ലെങ്കിൽ ടീച്ചർക്ക് ഇക്കാര്യത്തിൽ സക്സീഡ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളുടെ ഇമോഷൻസ് അത് അവർക്ക് മനസ്സിലാവില്ല. കുഞ്ഞു കുട്ടികളെ, അതായത് മോണ്ടിസോറി, കിൻഡർ ഗാർഡൻ അങ്ങനെയുള്ള അതിലൊക്കെ ഈ പറയുന്ന എന്താ പറയുക, സൈക്കോളജിയിൽ അവർക്ക് വ്യക്തമായ ധാരണയില്ലെങ്കിൽ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ഞാനത് ഇന്ന് നിങ്ങൾക്ക് ആ ലിങ്ക് ഷെയർ ചെയ്ത് നിങ്ങൾ കുറെ നോട്ട്സ് എഴുതിയാനേ അല്ലേ? ഈ മോണ്ടിസോറിയിൽ ശരിക്കും നമുക്ക് ഇങ്ങനെ ബോർഡ് അല്ല കൂടുതലും അപ്പാരറ്റസ്. നമ്മളുടെ ഒരു മോഡ്യൂൾ അതാണ്, പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ ഡിഡാക്ടിക് അപ്പാരറ്റസ് എന്ന് പറഞ്ഞത് ഇതിന് യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. ഈ മോണ്ടിസോറി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് അതാണ് ഈ ഡിഡാക്ടിക് അപ്പാരറ്റസ്. ലൈക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയാലും അല്ലാത്ത കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനാണെങ്കിലും നമ്മൾ അതിനകത്ത് ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് റൈറ്റിംഗ്സോ ബ്ലാക്ക് ബോർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് വേറെ ഒന്നും പ്രത്യേകിച്ചില്ലല്ലോ. 4 പേരുടെ കാര്യങ്ങൾ അനാലിസിസ് നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ അത് ബ്രീഫ് ചെയ്ത് കറക്റ്റ് നോട്ടായിട്ട് എഴുതണം. വാരിവരിച്ച് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പോയിന്റ്സ് മാത്രം മതി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് അത് എവിടെയും പഠിപ്പിക്കാനുള്ളതല്ല. അത് ഇപ്പൊ നമുക്ക് ചൈൽഡ് സൈക്കോളജിയുടെ കുറെ ഒരു ഫണ്ടമെന്റൽസും മെയിൻ പ്രിൻസിപ്പിൾസും മനസ്സിലാവും. ഈ 4 പേരുടെയും കാര്യങ്ങൾ അവര് ചൈൽഡ് ഡെവലപ്മെന്റിൽ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് വായിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ മനസ്സിലാവും. മറിയ മോണ്ടിസോറി ഇതുപോലെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ടീച്ചിങ് മെത്തേഡ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. കൺവെൻഷണൽ മെത്തേഡ് അല്ല. നിങ്ങൾ ടോട്ടോ ചാൻ എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടാവും. ടോട്ടോ ചാൻ ഇത് കിട്ടിയൊന്ന് വായിക്കാം. ഒരു ജാപ്പനീസ് നോവലാണ്. അതില് ടോട്ടോ ചാൻ ഒരു സ്കൂളിൽ പഠിക്കാൻ പോയത്. ആ സ്കൂൾ ഒരു മോണ്ടിസോറി സ്കൂളായിരുന്നു. ആ സ്കൂളിലെ പഠിപ്പിക്കുന്ന മെത്തേഡൊക്കെ ആ നോവലിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ മോണ്ടിസോറി മെത്തേഡ്, അത് നമ്മളുടെ പ്രാക്ടിക്കൽ ഏരിയ എന്നുള്ള മോഡ്യൂൾ തുടങ്ങുന്നതിന് മുമ്പ് ആ ബുക്ക് ഒന്ന് വായിക്കാൻ പറ്റുവാണെങ്കിൽ പ്രാക്ടിക്കൽ ഏരിയ ചെയ്യിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് നല്ലൊരു, എനിക്ക് തോന്നുന്നു ഏതോ സ്റ്റേറ്റ് സിലബസിൽ മലയാളത്തിലൊക്കെ ടോട്ടോ ചാൻ, എന്റെ മോൻ പഠിച്ചല്ലോ ഈ 7ാം ക്ലാസ്സിൽ ടോട്ടോ ചാന്റെ ഇതുണ്ട്. ബുക്കിനധികം വിലയൊന്നുമില്ല. പക്ഷെ അതിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടെങ്കിൽ നല്ലതാ. കാരണം മോണ്ടിസോറി സ്കൂളാണ് അതിനകത്ത്. ജ്യോതി വായിച്ചിട്ടുണ്ടോ? ഇല്ല മാം, അതിന്റെ പേരൊന്ന് മെസ്സേജ് ചെയ്യാവോ? സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കാം.
മലയാളത്തിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിലും ഉണ്ടാവുമായിരിക്കും. എന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു, ഇവിടെ എവിടെ ഇരിക്കണ്ടായിരുന്നെ ഞാൻ കാണിച്ചു തരായിരുന്നു. ഷെൽഫിലെവിടെയാ തോന്നുന്നു. നല്ല രസം അത് വായിക്കാൻ. നമ്മൾ ഇരുന്ന് ഒറ്റയിരുപ്പിലിരുന്ന് വായിക്കും. ആ കുട്ടി ആ സ്കൂളിൽ പോകുന്നതും സ്കൂളിൽ അത് എക്സ്പീരിയൻസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അത് വലുതായിട്ട് റീയൂണിയൻ, കൂടെ പഠിച്ചവരായിട്ടുള്ള റീയൂണിയൻ, അങ്ങനത്തെ കുറെ നല്ല നല്ല കാര്യങ്ങളുണ്ട്. കുട്ടിയെ പഠിപ്പിച്ച സാറിനെ കുറിച്ചും ഒക്കെ. മാം നമുക്കിത് പഠിപ്പിക്കുമ്പോ നമ്മളെ കയ്യിൽ ഇത് ഉണ്ടാവില്ലല്ലോ. ഏതാണ്? നമുക്ക് പ്രാക്ടിക്കൽ ഏരിയ വരുമ്പോ അതെല്ലാം സാധനങ്ങളൊന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. നമ്മൾ പോകുന്ന സ്കൂളിൽ അത് ഉണ്ടാവുമല്ലോ. ചെറിയ സംഭവമൊക്കെ നമുക്ക് ഉണ്ടാക്കാലോ. അതായത് ക്യൂബ്സ് ഇല്ലേ, റൂബിക്സ് ക്യൂബ് എന്തായാലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചാർട്ട് പേപ്പർ വെച്ച് ഉണ്ടാക്കാം, പ്രിസം ഉണ്ടാക്കാം, ക്യൂബോയിഡ് ഉണ്ടാക്കാം, അല്ലെ? ആ ഒരു ഷേപ്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിക്കൂടെ? പിന്നെ നമ്പർ ചാർട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റി അതായിരുന്നു. നമ്പർ ചാർട്ട് ഉണ്ടാക്കുക, ആൽഫബറ്റ്സിന്റെ ചാർട്ട് ഉണ്ടാക്കുക, പ്രിസം ഉണ്ടാക്കുക, ക്യൂബോയിഡ് ഉണ്ടാക്കുക, ക്യൂബ്സ് ഉണ്ടാക്കുക. പിന്നെ അത്രയും നിങ്ങളെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാനത് പറയാതിരുന്നത്. ചിലതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ട്രാവലിംഗ് ബാഗിലായിരുന്നു ഈ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ വൈവയ്ക്ക് പോയത്. ശരിക്കും ഉണ്ടാക്കണം എന്നാണ് നമുക്കൊക്കെ നമ്മളുടെ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് അതായിരുന്നു. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആർട്ട് വർക്കോ ക്രാഫ്റ്റ് വർക്കോ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ലൈക്ക് എന്തെങ്കിലും അക്രിലിക് പെയിന്റിങ്ങോ ഗ്ലാസ് പെയിന്റിങ് അങ്ങനെ. കാരണം പലപ്പോഴും കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടല്ലേ പോകുന്നത്. അതുപോലെ തന്നെ BEd പഠിക്കുന്ന കുട്ടികൾ പറയുമായിരുന്നു അവരുടേതിനേക്കാളും ടഫാണ് മോണ്ടിസോറി പഠിക്കാൻ. അത് ശരിയായിരുന്നു. അതിപ്പോ എല്ലാരും പറയുന്നുണ്ട്, സാധാ TTC-നെക്കാട്ടും ബുദ്ധിമുട്ടാണ് മോണ്ടിസോറി. ബുദ്ധിമുട്ടാണ്, നല്ല ടൈറ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ സെയിം TTC-ന്റെ തന്നെ സൈക്കോളജിന്റെ ബുക്ക് PDF എനിക്ക് അയച്ചു തന്നിരുന്നു. പക്ഷെ നമ്മളത്രയൊന്നും എക്സ്പാൻഡ് ചെയ്തതിലൊന്നുമില്ല. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാ ഞാനിപ്പം ഈ 4 പേരുടെ 4 സൈക്കോ അനാലിസിസ് നടത്തിയ 4 പേരുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് അസൈൻമെന്റ് ആയിരുന്നു, തന്നെത്താൻ എഴുതാനായിരുന്നു. ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ക്ലാസ്സിൽ ആ കണ്ടന്റ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുള്ളായിരുന്നു. സാർ എന്നോട്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറ് ചോദിച്ചു, തീരുമോന്ന് ഇങ്ങനെ പഠിപ്പിച്ച. തീർക്കണം. 10 months കൊണ്ട് തീർത്ത ലാസ്റ്റ് 2 months നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ, പഠിക്കാനും റെക്കോർഡ്സിന്റെ ഫൈനൽ ടച്ചും പിന്നെ വൈവയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ. ഞങ്ങൾക്ക് 1.5 മണിക്കൂറായിരുന്നു വൈവ. നമുക്കിപ്പോ കളക്ഷൻ റെക്കോർഡ് ബുക്കില് മാഡം തന്ന ആ വർക്കുകൾ മാത്രമേ ഉള്ളൂ അതിൽ വരിക? അതത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു ഷെമിര ടീച്ചർ ഉണ്ടായിരുന്നില്ലേ, ഷെമിര ടീച്ചർ ഇങ്ങനെ എന്നോട് ചോദിച്ചു വാട്ടർ ആനിമൽസ് എഴുതിക്കോട്ടെ. പിന്നെ ഞാൻ അതിനകത്ത് വാട്ടർ ആനിമൽസ് ഫിഷ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നൊന്ന് നിങ്ങൾക്ക് അത് ചെയ്യാട്ടോ, ഇംപ്രൊവൈസ് ചെയ്യാം. ഞാൻ പറഞ്ഞ കണ്ടന്റ് മാത്രം. കലാരൂപം അങ്ങനത്തെ കുറെ കിട്ടിയായിരുന്നു. പിന്നെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, അതൊന്നും വാങ്ങിച്ചില്ല. അത് കണ്ടപ്പോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെയ്തോളൂ. ഞാൻ ജസ്റ്റ് ഒരു ഫോമാറ്റ് തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ സജഷൻസ് ഒക്കെ കൊടുത്തോളൂ കേട്ടോ. ഈ മെസ്സേജിലോ നിങ്ങളുടെ ഏതാ ബേഡ്സ് ഒട്ടിക്കാം. ഞാൻ ബേഡ്സ് ഒക്കെ വെട്ടി വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വായിച്ചു നോക്കണേ. അപ്പൊ നോക്കുമ്പോ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വിട്ടുപോയി. അപ്പൊ ഷെമിറ ടീച്ചർ എന്നോട് പേഴ്സണലി ചോദിച്ചു, മേഡം അതൊക്കെ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും പറയാന്ന് വിചാരിച്ചിട്ടാ. നമുക്കതൊരു വാട്ടർ ആനിമൽസ് ഒട്ടിച്ചായിരുന്നു, മാറിപ്പോ ഒട്ടിച്ചതായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് അതൊക്കെ ആഡ് ചെയ്തോട്ടോ. സ്പേസ് ഉണ്ടാവുമല്ലോ റെക്കോർഡില്. അത് നമ്മൾ സ്പേസ് വിട്ടിട്ട് വേണം ഇനി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. റെക്കോർഡിലാണോ? അതെ. ഞാനിപ്പോ ഫസ്റ്റ് പറഞ്ഞ റെക്കോർഡ് ബുക്ക് എളുപ്പല്ലേ, മൈ കളക്ഷൻ ബുക്ക്, അത് എളുപ്പമാണ്. സ്റ്റിക്ക് ചെയ്യേണ്ട കുറെ കാര്യങ്ങളല്ലേ നമുക്ക്. അങ്ങനെ നറേറ്റീവ് ആയിട്ട് എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അടുത്തതിലാണ് നിങ്ങൾ റൈംസ് തന്നെ എഴുതേണ്ടതും. അത് കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇതിൽ എന്തൊക്കെ വേണ്ട മാം? ഞാൻ കേട്ടില്ല, എന്തൊക്കെയാ പറഞ്ഞേ? റെക്കോർഡ് ബുക്കിന്റെ കാര്യമാണോ? ഞാൻ ഓൾറെഡി കണ്ടന്റ്സ് തന്നു. അത് കൂടാതെ എന്നോട് ഷെമിറ ടീച്ചർ ചോദിച്ചായിരുന്നു,
വാട്ടർ അനിമൽസ് വെക്കട്ടെ, അങ്ങനെ. അപ്പൊ ബേർഡ്സിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള പിന്നെ കലാകാരന്മാരുടെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ ഫേമസ് സെലിബ്രിറ്റികൾ ഉണ്ടല്ലോ, ഗാന്ധിജി ഉൾപ്പെടുന്ന കുറെ പേര്. അപ്പൊ അതൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. മാം അതില് ഒരു ബുക്കായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ, അങ്ങനെയുള്ള. ഞാൻ വാങ്ങിച്ചത് 100 രൂപയുടെ ബുക്കാ വാങ്ങിച്ചത്. അപ്പൊ അതൊന്ന് കുറെ എടുത്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുക്കാൻ പോകുന്നപ്പോ 4th സ്റ്റാൻഡേർഡിലേക്കൊക്കെ പോകുമ്പോൾ അവർ കുറച്ചൊക്കെ സോഷ്യലൊക്കെ പഠിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പൊ ആളുകളുടെ പിക്ചർ കാണിക്കാം. ചിലപ്പോ ചില വ്യക്തികളെ കുറിച്ച് അവർ കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ആളുടെ പിക്ചർ കാണിക്കുമ്പോൾ നമുക്ക് ചെറിയ ക്വിസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. പിക്ചർ കൊടുത്തിട്ട് ഇത് ആരാന്ന് പറയാമോ, അങ്ങനെയൊക്കെ രീതിയിൽ വേണമെങ്കിൽ ഒരു ക്ലൂ ഒക്കെ കൊടുത്തിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴേക്കും അവര് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യിക്കാം. ഡിജിറ്റൽ പെയിന്റിംഗ് എന്തുവാണെന്ന്? ഡിജിറ്റൽ പെയിന്റിംഗ് നമ്മളുടെ കമ്പ്യൂട്ടറിലെ MS പെയിന്റ് ചെയ്യില്ലേ, അതാണ്. അത് ഞാൻ കളർ പ്രിന്റ് ഔട്ട് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ചിലപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല. എടുക്കാൻ പറ്റുന്നവർ എടുത്തോളൂ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ക്രയോൺസ് വെച്ച് കളർ ചെയ്താലും. പുറത്ത് പോയി ചെയ്യുവാണെങ്കിൽ റേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് മതി. വീട്ടിലെ ഫെസിലിറ്റി ഉള്ളവര് കളർ എടുത്തോളൂ, കുഴപ്പമില്ല. മാം അതുപോലെ തന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അത് 2 തവണയായിട്ട് എഴുതിയിട്ടില്ലേ? അത് ഇന്റേണൽ ആണോ ഉദ്ദേശിച്ചത്? ഇന്റേണൽ ആണ്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് തിരിച്ചത് ഇന്റേണൽ മാറ്റാൻ വിട്ടുപോയതാ. ഡൗട്ട് ഉണ്ട്. എന്തോ ആരെങ്കിലും ഒരാളെന്ന് പറയും. ഇന്റേണലും എക്സ്റ്റേണലും രണ്ടും വേണം. പിന്നെ രാഖി ചോദിച്ചിട്ടുണ്ട് ഓർഡറിൽ തന്നെ ചെയ്യണോന്ന്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയാണെങ്കിലും ഫുൾ കണ്ടന്റ് ഉണ്ടായാൽ മതി. എല്ലാം ഞാൻ തന്ന ഓർഡറിൽ തന്നെ ചെയ്യണോന്ന് എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതാ ആദ്യം ചെയ്യാൻ എളുപ്പം തോന്നണേ അത് ചെയ്തിട്ട് ബാക്കി ചെയ്തോളൂ, വിട്ടുപോരുന്നേ ഉള്ളൂ. നസീം എന്തോ ചോദിച്ചല്ലോ? വേണം. ആക്ച്വലി എനിക്ക് പറ്റി ഞാനൊരു ടൈപ്പ് ചെയ്തപ്പോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഞാനത് മാറ്റാൻ വിട്ടുപോയതാ. മനസ്സിലായ? എനിക്ക് മെസ്സേജ് ഒക്കെ ആരോ ഇട്ടു വാട്സപ്പിൽ, അപ്പോഴാണ് ഞാൻ അങ്ങനെ അർത്ഥം ശ്രദ്ധിച്ചത്. പിന്നെ ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. പിന്നെ കുറെ ദിവസമായിട്ട് ആക്ടിവിറ്റി ഒന്നും തന്നിട്ടില്ല അല്ലെ? ആക്ടിവിറ്റി തരുന്നില്ല, റെക്കോർഡ് എഴുതുന്നോണ്ടാണ് ഞാൻ കൂടുതൽ ഫർദർ ആക്ടിവിറ്റീസിലേക്കൊക്കെ പോവാറ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ചൈൽഡ് വെൽഫെയറിന്റെ ഇമ്പോർട്ടൻസ് എവിടെയാ വരുന്നത്? കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്ന് പറയാം. കുട്ടികളുടെ അബ്യൂസ് എങ്ങനെയാണ്? ഏതൊക്കെ രീതിയിലുള്ള അബ്യൂസ് ആണ് അവര് ഫേസ് ചെയ്യുന്നത്? മർദ്ദനം, ഫിസിക്കൽ അബ്യൂസ് അല്ലേ? മെന്റൽ അബ്യൂസ്, ചൈൽഡ് ലേബർ, സെക്ഷൽ അബ്യൂസ്, യെസ്. ഫാമിലി ഇഷ്യൂസ് വരത്തില്ലേ? ഇമോഷണൽ എന്തോ ഫാമിലി, യെസ്. ഫിനാൻഷ്യൽ പലപ്പോഴും കുട്ടി അറിയാത്തൊരു പ്രായമാണെങ്കിൽ അതിനെ അറിയില്ല, പക്ഷെ അത് അതിനെ ബാധിക്കുന്നുണ്ട് അല്ലെ? ഫിസിക്കൽ അബ്യൂസ് വരാം, സെക്ഷൽ അബ്യൂസ് വരാം, ഇമോഷണൽ അബ്യൂസ്. നമ്മുടെ മാമി പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടു, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെ ആവോ? അതെ, ഇതുവരെയും നമുക്ക് അതിനൊരു മാറ്റം പറഞ്ഞിട്ടില്ല. MCQ ആണോ ഉദ്ദേശിച്ചത്? മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണോ വരിക, അതോ മോഡൽ ഇതുപോലെ ആയിരിക്കുമോ ക്വസ്റ്റ്യൻസ് എന്നാണോ? MCQ ക്വസ്റ്റ്യൻസ് നമ്മള് ടീച്ചർ ഇടുന്നുണ്ടല്ലോ, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇന്നൊക്കെ വരുമോ ചോദിക്കുക. അതെ, പക്ഷെ നിങ്ങൾ ഈ PDF കണ്ടന്റ് മാത്രം നോക്കരുത്. കാരണം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളിൽ ഓരോരുത്തരും ഷെയർ ചെയ്ത പല കാര്യങ്ങളിലെല്ലാം വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പിന്നെ ചില സമയത്ത് സിറ്റുവേഷൻസ് തരും, ആ ഒരു സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ. അല്ലാണ്ട് ഇതിന് നമ്മുടെ കോഴ്സ് അങ്ങനത്തെ അല്ലേ? നമ്മളൊരു സബ്ജക്റ്റ് അങ്ങനെ പഠിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെയല്ലല്ലോ എഴുതുന്നത്. ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്,
അപ്പൊ അങ്ങനെയുള്ള എല്ലാം MCQ ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടോ? സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ടാവോ? ഏതാ? സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇല്ലേ? ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഓരോ യൂണിറ്റ് കഴിഞ്ഞ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് നമുക്കുടെ മെയിൻ എക്സാം എന്തായാലും ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ ഞാൻ ഒരു മോഡൽ എക്സാം ഇടുന്നുണ്ട്. ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ ഒരു മോഡ്യൂൾ എന്ന് പറയുമ്പോൾ 4 പാർട്സ് വന്നു അതിനകത്ത്. അപ്പം എത്ര മാർക്കിന്റെ വേണമെന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ എക്സാം വരുന്നുണ്ട്. പിന്നെ 2 ടേം എക്സാം എന്നാണെന്ന് തോന്നുന്നു. ഇപ്പൊ 3 മോഡ്യൂളാണ് ഡിപ്ലോമ വരുന്നത്. അപ്പൊ മിക്കവാറും ഫസ്റ്റ് മോഡ്യൂൾ കഴിയുമ്പോൾ ഒരെണ്ണം, സെക്കൻഡ് മോഡ്യൂൾ കഴിയുമ്പോൾ ഒരെണ്ണം, പിന്നെ ഫസ്റ്റും സെക്കൻഡും കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും കഴിയുമ്പോൾ മോഡൽ എക്സാം, അത് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം. അവർക്ക് അങ്ങനെ വരും. പിന്നെ അതുപോലെ നമ്മളുടെ പിന്നെ എന്തോ ചോദിക്കാൻ വന്നു. എന്താ പിന്നെ നെഗ്ലിജൻസ്, കുട്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവഗണന, അല്ലെ? നെഗ്ലക്ട്. അത് ആർക്കും അവഗണനയാണ് പലർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യം. കുട്ടിയെ നോക്കാൻ ആളില്ലാതെ വരിക, പിന്നെ കുട്ടിക്ക് വേണ്ടുന്ന അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കെയർ കിട്ടാതെ വരിക, അതും നെഗ്ലക്റ്റ് ആണ്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടാവില്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമ്മളുടെ ഇംഗ്ലീഷ് ടീച്ചർ ഒന്ന് അതിന് സെറ്റ് ആവണം. ക്ലാസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റൈംസിന്റെയും സ്റ്റോറിയുടെയും റെക്കോർഡ് ഇങ്ങനെ ഒരു സൈഡിലാക്കി വെച്ചേക്കണം. അത് തുടങ്ങിയിട്ട് പറയാന്ന് വിചാരിച്ചു. ഓക്കെ. ചൈൽഡ് വെൽഫെയർ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുട്ടിക്ക് നെഗ്ലക്ട്, അതൊരു ശരിക്കും അബ്യൂസിൽ തന്നെ വരുന്ന കാര്യം. കുട്ടിക്ക് പ്രോപ്പറായിട്ട് മെഡിക്കൽ കൊടുക്കുന്നില്ല, ഫുഡ് കൊടുക്കുന്നില്ല, കുട്ടിയെ കെയർ ചെയ്യാനാണില്ല. ശരിക്കും ഫോറിൻ കൺട്രീസിലൊക്കെ അത് ഭയങ്കര ക്രൈമാണ്. അപ്പോ നമ്മള് നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 7th ചാപ്റ്റർ. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. യൂണിറ്റ് 7. മാം ഇത് പാർട്ട് 2 അല്ലേ? അതെ, പാർട്ട് 2 ആണ്. ഞാൻ ആ വെൽഫെയറിന്റെ ആ ഒരു അബ്യൂസിന്റെ കാര്യമൊന്നും അന്ന് ക്ലാസ്സിൽ പറഞ്ഞില്ല. അതാ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് വന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇത് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഹ്യൂമൻസ് ലേൺ ചെയ്യുന്നു, അവരെന്തെല്ലാം പഠിക്കുന്നു, എന്നിട്ട് ആ ലേണിംഗ് പ്രോസസ്സിലൂടെ കിട്ടുന്ന നോളജ് എങ്ങനെ കീപ്പ് ചെയ്യും, ഇതെല്ലാമാണ്. ഇത് സാധാരണയായിട്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി നമ്മുടെ ക്ലാസ് റൂമിലാണ് ഇത് പൊതുവെ പ്രൈമറിലി ക്ലാസ് റൂമിലായിരിക്കും നടക്കുന്നത്. പക്ഷെ കുട്ടി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അത് ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ, അത് അബ്സോർബ് ചെയ്യുന്ന നോളജ്, അത് എങ്ങനെ അത് റിട്ടൈൻ ചെയ്യുന്നു, ഇതെല്ലാമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്നത്. ഇതിനത് കൂടാതെ ഇമോഷണൽ, സോഷ്യൽ, കോഗ്നിറ്റീവ് ലേണിംഗ് പ്രോസസ് നടക്കും. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും, അവർക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, തമ്മില് അവരുടെ പീർ ഗ്രൂപ്പ് കൂടെയുള്ള കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കും, ചിലപ്പോൾ ഉപദ്രവിക്കും, ഫിസിക്കലി ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ചിലപ്പം
വെർബലി അവരുടെ വായിൽ നിന്ന് മോശമല്ലാത്ത വാക്കുകളൊക്കെ വരും. അങ്ങനെയുള്ള കുട്ടികളിലെ ബിഹേവിയർ ചേഞ്ചസ് ടീച്ചർ മാറ്റിയെടുക്കും. അപ്പൊ അത് വരുന്നത് ഈ ഒരു സെഷനിലാണ്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ അതിന്റെ ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിലെ ഹ്യൂമൻ ബിഹേവിയർ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ്. എഡ്യൂക്കേഷണൽ സെറ്റിംഗിൽ അവരുടെ ഡെവലപ്മെന്റിന്റെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. ചാൾസ് ഇ സ്കിന്നി എന്ന് പറയുന്നത് അദ്ദേഹം ഓതറാണ്. പല വിഷയങ്ങളിലും ബുക്സ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഓതറാണ് ചാൾസ് ഇ സ്കിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, ചാൾസ് എഡ്വേർഡ് സ്കിന്നർ ആണ്. ആമസോണിലൊക്കെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ. ഓക്കെ, ഫൈൻ. രണ്ട് കാര്യങ്ങളിലാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിഹേവിയറൽ സയൻസ്, ബിഹേവിയറും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹ്യൂമൻ ബിഹേവിയറും എഡ്യൂക്കേഷൻ. ഇപ്പൊ കുട്ടി വീട്ടിൽ നിന്ന് പഠിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിലും ഇത് വരുന്നുണ്ട്. സ്കൂൾ സെറ്റിംഗിൽ നിന്നും കുറെ കാര്യങ്ങളും പഠിക്കുന്നത് സ്കൂൾ സെറ്റിംഗ് വെച്ചിട്ടാണ്, അതിലും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. കുട്ടികളിലെ നല്ല ചേഞ്ചസ്, അട്രാക്റ്റീവ് ചേഞ്ചസ് ഇൻ എ ചൈൽഡ് ഫോർ ദി ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആൻഡ് ഹിസ് പേഴ്സണാലിറ്റി. കുട്ടിയുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനും കുട്ടി അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലും ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മെയിൻ ചേഞ്ചസ് ആ കുട്ടിയിൽ വരുത്താനായിട്ട് എഡ്യൂക്കേഷണൽ ചേഞ്ചസ് വരും. കാരണം ടീച്ചർ തിരിച്ചറിയാണ് ഈ കുട്ടി ഈ ഒരു സ്കില്ലുള്ള ആളാണ്, ടീച്ചർക്ക് ആ കുട്ടിയെ ആ ഒരു വഴിയിലൂടെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ അവന്റെ അതിലുള്ള ലേണിംഗ് കൂടുതൽ ഇംപ്രൂവ് ആവും. Systematic study of the development of individual within the educational setting deals with the behavior of human beings in educational situations. നമുക്ക് മനസ്സിലായി സ്കൂളിലാണ് ഈ ഒരു ഡെവലപ്മെന്റ് കൂടുതൽ. കുട്ടികൾ പല കാര്യങ്ങളും പഠിച്ചിട്ടത് അപ്ലൈ ചെയ്യുന്നു ലൈഫിൽ, ത്രൂ ഔട്ട് ലൈഫ് അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സെറ്റിംഗ്സിലായിരിക്കും, ക്ലാസ് റൂം സെറ്റിംഗ്സിലായിരിക്കും അവർ കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കൂ. Thus, educational psychology is primarily concerned with നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു ചൈൽഡ് സൈക്കോളജിയിൽ. അപ്പം 10 കുട്ടികള് ടീച്ചർക്ക് പഠിപ്പിക്കാനുണ്ടെന്ന് വിചാരിക്കുക ക്ലാസ്സില്. ഓരോ 10 കുട്ടിയുടെയും അവര് അബ്സോർബ് ചെയ്യുന്ന രീതി, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അവർ അബ്സോർബ് ചെയ്യുന്ന രീതി ചിലപ്പോൾ സ്ലോ ആയിരിക്കും, ചിലർ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യം അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ചിലർ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോട് കൂടിയായിരിക്കും അവരത് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ 10 കുട്ടികളും ലേണിംഗ് മനസ്സിലാക്കിയ വിധവും അവരെ നോളജ് അബ്സോർബ് ചെയ്ത രീതി ടീച്ചർ മനസ്സിലാക്കണം.
അപ്പൊ അതിനനുസരിച്ച് എവിടെയാണോ ചേഞ്ചസ് വരുത്തേണ്ടത് അത് ടീച്ചർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഹൗ പീപ്പിൾ ലേൺ, എങ്ങനെയാണ് ആളുകൾ പഠിക്കുന്നത്. നമുക്കിവിടെ കുട്ടികളാണ്, ഇൻക്ലൂഡിങ് ടീച്ചിങ് മെത്തേഡ്സ്. അപ്പൊ ടീച്ചർക്ക് അഡോപ്റ്റ് ചെയ്യാം ഏതൊരു ഹൗ ടു ടീച്ച്, അതാണ് ഏത് ടീച്ചിങ് മെത്തേഡ് വേണം അതെല്ലാം ഇതിൽ വരും. പിന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ലേണിംഗിൽ, പഠിക്കുന്നതിൽ ഓരോ കുട്ടിയിലും ഉണ്ടാകുന്ന ഡിഫറൻസ്, അതെല്ലാം ടീച്ചർ മനസ്സിലാക്കിയാണ് കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇവിടെ കോഗ്നിറ്റീവ് സെൻസും റീസണിങ്ങും തിങ്കിങ്ങും ആ ഡെവലപ്മെന്റ് നടക്കുന്നു. ഇമോഷണൽ ഡെവലപ്മെന്റ് നടക്കുന്നു. കാരണം ഇവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കുട്ടിക്ക് ടീച്ചറുടെ ഭാഗത്ത് നിന്ന് വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾ ലോ ആയിട്ടാവുമ്പോൾ ടീച്ചർ പ്രത്യേകം അവരെ കെയർ ചെയ്യണം. അപ്പൊ അവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് കിട്ടും. അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെന്റ്, ലൈക്ക് അവരുടെ വാല്യൂസ് അതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ. പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് എല്ലാം ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലാണ് വരുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ പറ്റുന്നത് കുറച്ചുകൂടെ. ഈ നമ്മൾ കണ്ടിട്ടില്ലേ ചില കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ സീക്കിംഗ് ഉള്ളത്. ശരിക്കും അത് ഒരു ചെറിയൊരു ഡിസോർഡർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ADHD ഉള്ള കുട്ടികൾ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അവർ ചിലപ്പോൾ ടീച്ചറുടെ ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആകും, കരയും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പെൻസിൽ വലിച്ചെറിയോ ഉപ്പ് വലിച്ചെറിയോ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള പ്രോബ്ലം, പിന്നെ ഡിസ്ലെക്സിയ പ്രോബ്ലം ഉള്ള കുട്ടികൾ, അതെല്ലാം ടീച്ചർ പ്രത്യേകം മനസ്സിലാക്കി, അതായത് അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് മനസ്സിലാക്കിയിട്ട് വേണം ആ കുട്ടിയെ ആ ലേണിംഗ് പ്രോസസ്സിലൂടെ ടീച്ചർ കൊണ്ടുപോകാനായിട്ട്. ടീച്ചർക്ക് ആ എഡ്യൂക്കേഷണൽ സൈക്കോളജി അറിയാമെങ്കിൽ ടീച്ചർക്ക് മനസ്സിലാവും കുട്ടികളിൽ എങ്ങനെ അവരുടെ എബിലിറ്റി, അവരുടെ കപ്പാസിറ്റി, അവരുടെ കേപ്പബിലിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. പിന്നെ ഓരോ കുട്ടികളുടെ മെമ്മറി പവർ പല രീതിയിലായിരിക്കും. അപ്പൊ അതിന് എന്തെല്ലാം ടാസ്ക് അവർക്ക് കൊടുക്കാം, എന്തെല്ലാം ആക്ടിവിറ്റി കൊടുക്കാം, അത് നോക്കാം. ഈ പറഞ്ഞ ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, എല്ലാം യുണീക്ക് ആണ്. ഒരു കുട്ടി മറ്റേ കുട്ടി തമ്മിൽ പല കാര്യങ്ങളുടെ വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് ഉണ്ടാകും. പിന്നെ അത് ലേണിംഗ് പ്രോസസ്സിൽ, ആളുകളുടെ ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇലാബറേറ്റ് ചെയ്ത് തന്നെ പുതിയ പുതിയ സ്ട്രാറ്റജീസ് എടുക്കാം. ടീച്ചർക്ക് അറിയാൻ പറ്റും ഇന്ന ഒരു ടാസ്ക് ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് അത് ലേണിംഗ് പ്രോസസ്സിലൂടെ പോകും. അപ്പൊ ആ രീതിയിൽ പുതിയ പുതിയ സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാം. അതാണ് പലപ്പോഴും ഈ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പല സ്കൂളുകളിലും ടീച്ചർമാർക്ക് ക്ലസ്റ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നതാണ്. അത് ഈ പലപ്പോഴും സൈക്കോളജിസ്റ്റുകൾ വന്നിട്ട് ടീച്ചർമാർക്ക് ഒരു ട്രെയിനിങ് സെഷൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ മാറ്റാം. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ മലയാളത്തിൽ ആദ്യം എന്നുള്ള അക്ഷരമായിരുന്നു പഠിച്ചത്. നല്ല ടഫാണല്ലോ. പഠിച്ചു കഴിഞ്ഞാൽ ആയും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ. പിന്നീട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഫസ്റ്റ് എന്നുള്ള ലെറ്റർ പഠിപ്പിക്കേണ്ട ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുത്തത് അങ്ങനെയായിരുന്നു. പഠിപ്പിക്കുക, പഠിപ്പിക്കുക, അതെല്ലാം കഴിഞ്ഞിട്ട് പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ. ദായും രായും ആയി കഴിയുമ്പോൾ അതിന് രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവർക്ക് എഴുതാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് വരില്ല അല്ലേ. ദായും വരുന്നുണ്ട്, രായുടെ ഭാഗവും വരുന്നുണ്ട്, പഠിപ്പിക്കുമ്പോൾ. അങ്ങനെയൊക്കെ ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ എന്റെ മോനക്ക്.
ദായും രായും പഠിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എഴുതും എന്നൊരു ഇതായിട്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി. അതിപ്പം ടീച്ചർക്ക് നല്ല ഫ്രീഡം ആണ് പുതിയ പുതിയ സ്ട്രാറ്റജീസ് എടുക്കാം. കാരണം വരുന്ന കുട്ടികൾ ഇപ്പൊ 10 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികൾക്കും ഡിഫറൻസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് എഡ്യൂക്കേഷനിൽ അവരുടെ ലേണിംഗ് പ്രോസസ്സിൽ പുതിയ പുതിയ സ്ട്രാറ്റജീസ് എടുക്കാം. നിങ്ങൾക്കും ചെയ്യാം. അതിനുള്ള ഫ്രീഡം എന്തായാലും ഉണ്ട്. മോണ്ടിസോറി മെത്തേഡ് അത് തന്നെയാണ്. പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മുടെ പ്രിൻസിപ്പിൾസ് എല്ലാം ഇത് തന്നെ വെച്ചാൽ അവരുടെ ഡിഫറൻസസ് മനസ്സിലാക്കുക, അവരുടെ ലേണിംഗ് പ്രോസസ്, അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, അവരുടെ നോളജിന്റെ ലെവൽ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് അവിടെ കൊണ്ടുവരാം. വരുന്ന കുട്ടികളുടെ ബിഹേവിയർ പല രീതിയിലാണ്. അപ്പൊ നമുക്ക് ബുക്കിൽ എഴുതി വെച്ചേക്കണം അതേ മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ ചിന്തിക്കണം. അതിനെല്ലാം പുറത്തു നിന്ന് ചിന്തിച്ച് നമ്മുടെ മെത്തേഡ്സ് നമുക്ക് അഡോപ്റ്റ് ചെയ്യും. അത് അമ്മമാര് സ്വന്തം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്കറിയാം ആ കുഞ്ഞിന്റെ ഓരോ സയൻസ്, ആ കുഞ്ഞ് എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് ചെയ്യാറുണ്ടല്ലോ. 2 കുട്ടികളുണ്ടെങ്കിൽ 2 പേരുടെയും രീതികൾ ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ മെയിൻ ഇൻഡിവിജ്വൽ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോഡ് സ്ട്രാറ്റജീസ് ഫോർ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിന് പുതിയ പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് ഇലാബറേറ്റ് ചെയ്യാം. കൺസെപ്ച്വലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് വൈഡ് ആക്കാം. ഇലാബറേറ്റ് ചെയ്ത് പുതിയ പുതിയ മെത്തേഡ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ടീച്ചിങ് മെത്തേഡ്സ് അതൊരു 1 month ഒക്കെ നിങ്ങളൊരു എവിടെയെങ്കിലും ഒരു ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോഴേക്കും അത് ക്ലിയർ ആവും. ഇത് നമ്മുടെ തിയറി പാർട്ടാണ് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിലാണ്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ. അപ്പൊ അതാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു മെയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ നിയർ ബൈ സ്കൂളുകളുടെ CBSE സ്കൂളിലൊക്കെ ഒന്ന് പോവാം എന്നുള്ള രീതിയിൽ. അത് ടീച്ചിങ് പ്രാക്ടീസ് ഞങ്ങൾക്കുണ്ടായിരുന്ന സമയത്ത് നോൺ മോണ്ടിസോറി സ്കൂളിൽ ചെയ്യണമെന്നായിരുന്നു. മോണ്ടിസോറി സ്കൂളിൽ ചെയ്യുന്ന നോൺ മോണ്ടിസോറി സ്കൂളിൽ എനിക്ക് സ്പെഷ്യൽ പെർമിഷൻ കിട്ടി മോണ്ടിസോറി സ്കൂളിൽ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഏതെങ്കിലും മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യാം. അവിടുത്തെ എൻവയോൺമെന്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അവിടുത്തെ ലേണിംഗ് മെത്തേഡ്സ് മനസ്സിലാക്കുക, അവിടുത്തെ അപ്പാരറ്റസ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഞാൻ ആ മോണ്ടിസോറി സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത കാരണം ഞങ്ങളുടെ ബാച്ചിലുള്ളവർക്ക് എല്ലാവർക്കും അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർ അലോ ചെയ്യും. വലിയ ഗ്രൂപ്പായിട്ട് വരരുത്, ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് വരണം. കാരണം നമ്മൾ വരുമ്പോൾ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകരുത്. അറിയരുത് ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കൊടുക്കാൻ പാടുള്ളൂ കുട്ടികൾക്ക്. പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂൾസ് അനുസരിച്ച് നോൺ മോണ്ടിസോറി സ്കൂളിലായിരുന്നു ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഞാൻ പിന്നെ സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്ത് മോണ്ടിസോറി സ്കൂളിൽ ചെയ്തു. ആ സ്കൂളിൽ തന്നെയാണ് ഞാൻ 1 year വർക്ക് ചെയ്തത്. അവിടെ അങ്ങനെ പറഞ്ഞു. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ തന്നെ മോണ്ടിസോറി ഓൺലൈനിൽ പഠിച്ചിട്ട് ഇതേപോലെ ട്രെയിനിങ്ങിന് ഒരു സ്കൂൾ ഇവിടെ അടുത്ത് പോയി. അപ്പോ അവിടെ ട്രെയിനിങ് കഴിഞ്ഞപ്പോ അവളെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോ അവിടെ തന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ശരിക്കും നമുക്കൊരു പ്ലേസ്മെന്റിലേക്കുള്ള ഒരു വഴിയാണ്. അതെ. അല്ല, നമുക്കൊരു ട്രെയിനിങ് കിട്ടുമ്പോ നമ്മളിപ്പോ ഓൺലൈനിൽ മാത്രല്ല, നമുക്ക് അറിയില്ലല്ലോ ശരിക്കും കുട്ടികളായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ കിട്ടണില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഓതറൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് പോവാലോ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ശരിയാക്കാം. അതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് ഒരു കംപ്ലീഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ, അല്ലേ? അതെ അതെ. എന്തോ നസീം എന്താ പറഞ്ഞേ? അതുപോലൊക്കെ വേണം. കോഴ്സ് പഠിച്ചു എന്ന് തോന്നുള്ളൂ, അല്ലെങ്കിൽ എന്തോ എവിടെയോ വന്ന് എന്തൊക്കെയോ കേട്ടിട്ട് പോയി, അതല്ലേ ഇല്ലൂ. അതാണ് ഞാൻ ഈ റെക്കോർഡൊക്കെ കമ്പൽസറി പറയണത്. ഒരുപക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങൾ റെക്കോർഡ് എഴുതിയില്ലെങ്കിലും എക്സാം ഒക്കെ എഴുതും സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും. ഞാൻ നമ്മളൊരു ശരിക്കും ക്ലാസ് ഓൺലൈനായിട്ട് കേൾക്കുന്നത് എഴുതുന്നത് അല്ലാണ്ട് ഒരു വേറെ ഒന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല. അതെ അതെ. സ്കൂളൊക്കെ വരുമ്പോ എത്രയാണ് സാലറി ആണോ? അതെ. ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോ അവരെനിക്ക് 10 തന്നിട്ടുണ്ടായിരുന്നു
മന്തില് 2018 ആണേ. മോർണിംഗ് 9 o'clock ചെല്ലുക, 3 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഹാഫ് ഡേ പോയവരുണ്ട്. ഈ CBSE സ്കൂളില് രാവിലെ തുടങ്ങി ഉച്ചവരെ ഉള്ളൂ. അത് 5,000 ആയിരുന്നു. അത് അന്നാണ് 2018 ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞില്ലേ. പ്രൈവറ്റ് മാനേജ്മെന്റിന്റെ ഇതുപോലെ ഇരിക്കും പേയ്മെന്റ്. മോണ്ടിസോറിയുടെ ഇത് കൂടുതൽ പുറത്താണ് ശരിക്കും. ഞങ്ങളുടെ ഇതില് ഷാർജയില് പോയ ഒരു കുട്ടിക്ക് ഇനീഷ്യലി പേയ്മെന്റ് അതിന് 75,000 ആയിരുന്നു. ഇന്ത്യൻ മണി 75,000 ആയിരുന്നു. പിന്നെ അത് കൂടിയിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിലായിരുന്നു 75,000 ആയിരുന്നു. നമ്മൾ ഓൺലൈനിൽ പഠിച്ചാലും ഓഫ്ലൈൻ ആയിട്ടായാലും കുഴപ്പമില്ല. എങ്ങനെ പഠിച്ചാലും മോണ്ടിസോറിയുടെ ആയാലും ആയാൽ മതി. ഓൺലൈൻ നമ്മൾ ഓൺലൈനായിട്ട് പഠിച്ചതാണെങ്കിൽ റെഗുലറായി നമ്മൾ വന്നിട്ട് ക്ലാസ്സിൽ പഠിക്കുന്നതും എല്ലാം സെയിം തന്നെയല്ലേ? അതെ അതെ അതെ. എല്ലാരും ഓൺലൈൻ സെഷനിലേക്ക് മാറിയല്ലോ. ഈവൻ ഞാൻ ശരിക്കും സൺഡേ ബാച്ച് ആയിരുന്നു. ഫുൾ സൺഡേ ആയിരുന്നു ക്ലാസ്. അഡീഷണലി ചിലപ്പം ക്ലാസ് തീരാതാവുമ്പോ എക്സ്ട്രാ ക്ലാസ്സസ് സാറ്റർഡേ അങ്ങനെ രീതിയിലായിരുന്നു. നമുക്ക് ഇന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചോന്നേ ഉള്ളൂ എഡ്യൂക്കേഷൻ സൈക്കോളജി. അപ്പൊ പാരാമീറ്റേഴ്സ് ഇതാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് മനസ്സിലാക്കുക ലേണിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. കുട്ടികളുടെ നോളജ് ലെവൽ, അവർ അക്വയർ ചെയ്യുന്ന നോളജ് ലെവലിന്റെ ഗ്രേഡ്, ഓരോ കുട്ടിയും ഏത് രീതിയിലാണ്, മെമ്മറി കപ്പാസിറ്റി, അതൊക്കെയാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. കുറച്ചധികം ഉണ്ട് ഈ ചാപ്റ്റർ. കാരണം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ലേണിംഗ് പ്രോസസ്സിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ചെയ്യാം. Okay, ma'am. Thank you. Thank you, ma'am. Good night, ma'am. Night.